ഇപ്പൊ വരും, വറിയത് പോയിട്ടുണ്ട്. ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതവും ആ പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? അത് കൊള്ളാം. സൂപ്രണ്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യയുടെ അടുത്ത് തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. എന്റെ പൊന്നു പറയതേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഭൈമിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാര് വെക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ. വാ വാ പോകാം. കൂത്തച്ചി പിന്നെ എന്താ ഇത്ര താമസിച്ചത്? ആ വാ വാ. ഇതിനൊക്കെയാ സാറേ യോഗം എന്ന് പറയുന്നു. അറിയേ, നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടറും പായി നിൽക്കുന്നത്? വാ പോവാം. ഉണ്ണിപ്പൻ, ഇതെന്ത് ചോദ്യമാ സാറേ? കാവും കുളത്തിനടുത്താണോ കുഴപ്പം? ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ. അതിനി നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? ഭൈമി. നല്ല പേര്. വാ. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നീ കണ്ടില്ലടാ അവന്റെ പെട്ടി നിറച്ച് പണം. പക്ഷെ തോക്ക് അതൊന്നും സാരമില്ല, അവന്റെ കാര്യം ഞാനേറ്റ്. അവളെ പേടിച്ചാൽ വിളിക്കാൻ നീ നോക്കണം. അത് ഞാനേറ്റ്. അന്നവാ. ഇത് ഞങ്ങളാണ്, പരമവും ജോഡിയും.
പരമു. പേടിക്കാതാ. നമ്മൾ 3 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത് ഉണ്ണിത്താന്റെ തോക്കാണ്. ഈ ശവം നമുക്ക് ഉണ്ണിത്താനെ കൊണ്ട് തീറ്റിക്കണം. എടാ, ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക്. ഒരു കുഴപ്പം വരില്ല, ഞാനല്ലേ പറയുന്നേ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയെങ്കിലും വരും. ജോണി, തൽക്കാലം നീ ഇതൊരു തൊളിച്ചു വയ്ക്കും. നമുക്ക് വന്നിട്ട് പങ്കുവയ്ക്കാം. വന്നിട്ടോ? അപ്പൊ നീ എവിടെ പോകുന്നു? ഞാൻ ഇവളെ കൊണ്ട് തോട്ടത്തിലേക്ക് പോവുക. ഇയാളുടെ ഫിയറ്റ് കാരൻ ഞാൻ കൊണ്ടുപോകും. നീ വാ, നമുക്ക് ഈ ശവം തോക്കെടുത്ത് കുളത്തിലിടാം. നേ. ഞാൻ പോയിട്ടോട്ടെ. പരമു, നീ എങ്ങനെ പോയാൽ പോലീസും അന്വേഷണവും ഒക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാനും കൂടെ പോരാ. ഒരു ചുക്കും വരില്ല. പോണ വഴിക്ക് ഞാൻ എവിടെന്നെങ്കിലും പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞോളാം, ഉണ്ണിത്താനാണ് എഞ്ചിനീയറെ കൊന്നതെന്ന്. അന്വേഷണത്തിനും മറ്റും വരുമ്പോ നീ ഒന്നും അറിയാത്ത പോലെ നിന്നോളാം. പിന്നൊരു കാര്യം, നമ്മൾ 3 പേരല്ലാതെ 4-മതൊരാൾ ഇത് അറിയാൻ ഇടയായാൽ ഇല്ല. എന്നാ വയ്ക്കൂ. ജോണി, എന്റെ വീട്ടിൽ കൂടി ഒരു കണ്ണ് വേണം. ഇതിൽ കുറച്ച് കാശ് എന്റെ അച്ഛന് കൊടുക്കണം. പതുക്കെ മതി. ശരി. മകർ അതെ. ജോണി, തന്റെ കൂട്ടുകാരനെവിടെ? എന്തോ പരമുവിന് ഇന്ന് കണ്ടില്ല. മുങ്ങി കാണും. എന്റെ കൊച്ചേട്ട അതല്ലേ അവന്റെ സ്വഭാവം. മുങ്ങിയാലും പൊങ്ങും. ഇനി ഒരു 6 മാസം കഴിയണമെന്ന് മാത്രം. അതിലെ ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞ് വശക്കേടാകുമ്പോ അവനിങ്ങെത്തും. അല്ലടാ ജോണി? ആ